മിക്ക ആളുകളും ഐഫോണുകൾ യൂസ് ചെയ്യുന്നത് റെഗുലറായിട്ട് നമ്മൾ സ്ഥിരം കണ്ടുവരുന്ന കുറച്ച് ആക്ടിവിറ്റീസ് ചെയ്യാനാണ്. ഫോൺ വിളിക്കാൻ, മെസ്സേജ് അയക്കാൻ, അല്ലെങ്കിൽ വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കാൻ. ഇനി എക്സ്ട്രാ ഒരു മൈൽ പോകുകയാണെന്നുണ്ടെങ്കിൽ ഗെയിമിങ്, അല്ലാന്നുണ്ടെങ്കിൽ ഫോട്ടോ, വീഡിയോഗ്രാഫി ഇതുപോലുള്ളൊരു ലെവലിലേക്ക് വരെയാണ് മാക്സിമം പോകത്തുള്ളൂ. എന്നാൽ വളരെ ചുരുക്കം ചില ആളുകളാണ് നമ്മളുടെ ഫോണിനെ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിൻ്റെ മാക്സിമം യൂട്ടിലൈസേഷൻ എടുക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആപ്പ് സ്റ്റോറിലുള്ള നമുക്ക് ഉപകാരപ്പെടുന്ന ഏതാനും ചില ആപ്ലിക്കേഷൻസ് ആണ് ഞാൻ പരിചയപ്പെടുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക്. ഇതിൽ ഏറ്റവും ആദ്യത്തെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ട്രാവലിംഗ് ഇഷ്ടപ്പെടുന്നവരാണ്, നിങ്ങൾ ട്രിപ്പ്, റൈഡ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതിപ്പം ഫ്രണ്ട്സായിട്ടോ ഫാമിലി ആയിട്ടോ ഇങ്ങനെയൊക്കെ പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ് മാപ്സ് മീ. ഈ ഒരു ആപ്ലിക്കേഷനിൽ യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഹോട്ടൽസ്, ഗ്രോസറി ഷോപ്പ്, കഫേ അല്ലെങ്കിൽ വൈഫൈ അവൈലബിൾ ആയിരിക്കുന്ന സ്പോട്ടുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ് ഈ ഒരു ആപ്ലിക്കേഷനിൽ നിന്ന് തന്നെ നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഓഫ്ലൈൻ മാപ്പിംഗ് ഇതിൽ എനേബിൾഡ് ആണ്. അതായത് ഇപ്പോൾ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന തമിഴ്നാടാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരാണ്, അവിടെ പോയി കഴിയുമ്പോൾ നമുക്കറിയാം അവിടുത്തെ ഓരോ സ്ഥലങ്ങളും നമ്മൾ നാവിഗേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മൊബൈൽ ഡേറ്റ നമുക്ക് കുറേയധികം പവർ, അതായത് ബാറ്ററി നമുക്ക് നഷ്ടപ്പെടും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമുക്ക് ഓഫ്ലൈൻ ഡൗൺലോഡ്സ് അല്ലെങ്കിൽ മാപ്പ് ഓഫ്ലൈൻ ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഉപകാരപ്പെടുന്നത്. അതിനുവേണ്ടി നമ്മൾ സെർച്ച് ഓപ്ഷനിൽ പോവുക. അവിടെ നമ്മളിപ്പം കർണാടക എന്ന് പറഞ്ഞ് നമ്മൾ സെർച്ച് ചെയ്യുക. സെർച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സൈഡിലേക്ക് സ്വൈപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടും. അതിൽ നിങ്ങൾ ടാപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കർണാടക സ്റ്റേറ്റിൻ്റെ മൊത്തത്തിലുള്ള മാപ്പ് നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഇനി ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഏറ്റവും ടോപ്പിൽ നിങ്ങൾക്ക് ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ടെറൈൻ അല്ലെങ്കിൽ മാപ്പിൻ്റെ സ്റ്റൈൽ മൊത്തത്തിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മളിപ്പം ലോങ് ട്രിപ്പ് പോകുന്നവരാണ്, നമുക്ക് പല സ്റ്റോപ്പുകളും ആ ട്രിപ്പിലുണ്ട് എന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും ഈ ഒരു പോയിന്റ്സ് ഉപയോഗിച്ചുകൊണ്ട്. അതാണ് ഈ ഒരു സ്കെയിൽ ഓപ്ഷൻ. ഇനി ഇവിടെ താഴെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. റൗട്ട്, നമ്മൾ സ്ഥിരം നമ്മൾ യൂഷ്വലി മാപ്പിനകത്ത് കാണുന്ന ആ റൗട്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെയാണ്. അതുപോലെ തന്നെ മോർ ഓപ്ഷൻ ഉണ്ട്. ഇതിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള മാപ്സിൻ്റെ ഡാറ്റ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ നിന്നാണ് നമുക്ക് ഇന്ത്യയിൽ കർണാടക, കേരള അങ്ങനെ ഏതൊക്കെ സ്ഥലങ്ങളുടെ ഡാറ്റ വേണം അല്ലെങ്കിൽ ഓഫ്ലൈൻ മാപ്പ് ഡൗൺലോഡ് ചെയ്യണം, അങ്ങനെയുള്ള സകല കാര്യങ്ങളും അത് എഡിറ്റ് ചെയ്യാനും അത് ഡിലീറ്റ് ചെയ്യാനും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിൽ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് യൂസ്ഡ് ഐഫോൺസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണ്. അതായത് നമ്മൾ ഇതുപോലെ യൂസ്ഡ് ഐഫോൺ, സെക്കൻഡ് ഹാൻഡ് ഐഫോണൊക്കെ പർച്ചേസ് ചെയ്യുമ്പോൾ ഇതുപോലെ ബോക്സ് കിട്ടും. നമ്മുടെ ഡിവൈസിൻ്റെ ബോക്സ് ചിലപ്പം മാറിയുള്ള ബോക്സ് ആയിരിക്കും നമുക്ക് ലഭിക്കുന്നത്, ഫോണിനുള്ള കറക്റ്റ് ബോക്സ് ഒന്നും അല്ലായിരിക്കാം. എസ്പെഷ്യലി ഗൾഫിൽ നിന്നുള്ള പർച്ചേസുകളൊക്കെ നടത്തുന്ന സമയത്ത് ലോകത്തിൻ്റെ പല ഭാഗത്തു നിന്നുള്ള വേർഷൻസും അവിടെ വരാറുണ്ട്. സോ അങ്ങനെയുള്ള ഡിവൈസുകളും മോഡൽസും ഒക്കെ എളുപ്പം ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് ലുക്കപ്പ്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. ഇതിൽ നമുക്ക് സീരിയൽ നമ്പർ അല്ലെങ്കിൽ IMEI എൻ്റർ ചെയ്ത് കൊടുക്കാൻ ഓപ്ഷൻ ഉണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ഡയറക്റ്റ് സ്കാൻ ഓപ്ഷൻ ഉണ്ട്. ഡയറക്റ്റ് സ്കാൻ ഓപ്ഷനിൽ എടുക്കുക, നമ്മുടെ ഡിവൈസ് ബാക്കിലേക്ക് ഇങ്ങനെ കാണാൻ പറ്റുന്ന രീതിയിൽ ആ ബോക്സ് അങ്ങനെ വെക്കുക. വെച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഡിവൈസ് ഏതാണെന്ന് അല്ലെങ്കിൽ ഡിവൈസിൻ്റെ മോഡൽ ഏതാണെന്ന് നമുക്ക് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ കാണാം iPhone XS ആണ്. അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. കാരണം 2 IMEI ഉള്ളതുകൊണ്ടാണ് നമുക്ക് അവിടെ 2 ഓപ്ഷൻസ് വരുന്നത്. ഇതിൽ നമ്മുടെ ഡിവൈസിൻ്റെ മോഡൽ ഏതാണ്, വേരിയൻ്റ് ഏതാണ്, അതിൻ്റെ സ്പെസിഫിക്കേഷൻ, ആ ഒരു മോഡലിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്. ഐഫോൺ ആദ്യമായിട്ടൊക്കെ പർച്ചേസ് ചെയ്യുന്നവർക്കാണെങ്കിൽ ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയത്തില്ലായിരിക്കും. അങ്ങനെയുള്ളവർക്ക് വ്യൂ ടെക് സ്പെക് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി നമ്മുടെ ഡിവൈസിൻ്റെ പർച്ചേസ് ചെയ്യാൻ പോകുന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ ഡയറക്റ്റ്ലി കാണാൻ സാധിക്കും. അത് കണ്ടുപിടിച്ച് പോകുന്നതിനേക്കാളും നല്ലത് ഇവിടെ നമുക്ക് ഡയറക്റ്റ്ലി കാണാൻ സാധിക്കും. അതോടൊപ്പം അതിൻ്റെ കളർ വേരിയൻ്റ് ഏതാണ്, സ്റ്റോറേജ് എന്താണ്, ഇതെന്നാണ് ഇത് മാനുഫാക്ചർ ചെയ്ത് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഇവിടെ കാണാം. സെപ്റ്റംബറിലാണ്. അതോടൊപ്പം തന്നെ ഡീറ്റെയിൽ ആയിട്ട് എത്ര ദിവസങ്ങളായിട്ട് ഇത് ഈ ഒരു ഡിവൈസ് ഉപയോഗിക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ആപ്പിൾ കെയറിൻ്റെ സ്റ്റാറ്റസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. ഇനി ഇപ്പം ഇതിൻ്റെ കവറേജ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെക്ക് കവറേജ് ഓപ്ഷൻ ഉണ്ട്. ഇതിലെ ലൊക്കേഷൻ, ഇതെവിടെയാണ് നിർമ്മിച്ചത്, ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് കറൻ്റ്ലി നമുക്ക് ഏതാണ് ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങളും. അതോടൊപ്പം തന്നെ ഇത് ഈ ഒരു ഫോൺ ഷിപ്പ് ചെയ്ത ഫേംവെയർ അത് എത്രയാണെന്നും നമുക്കവിടെ കൃത്യമായിട്ടുള്ള അങ്ങനെയുള്ള പല കാര്യങ്ങളും അറിയാൻ സാധിക്കും. ഇനി മോഡൽസ് എന്ന് പറഞ്ഞ ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, അതായത് ഇതിന് പല വേരിയൻസ് ഉണ്ട്, പല രാജ്യത്തേക്ക് വേണ്ടി ഇറക്കിയിരിക്കുന്ന അതിൻ്റെ വേരിയൻസ് ഏതൊക്കെയാണെന്നുള്ളതാണ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിരിക്കുന്നത്. ഹാർഡ്വെയറിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതിൻ്റെ ഐഡൻറ്റിഫയർ നമ്പർ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നതായിരിക്കും. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസിൻ്റെ ലിസ്റ്റിലേക്ക് നമുക്ക് ആഡ് ചെയ്യാനും സാധിക്കുന്നതാണ്. ഞാൻ ഓൾറെഡി ഇവിടെ ആഡ് ചെയ്ത് അല്ലെങ്കിൽ ചെക്ക് ചെയ്തേക്കുന്നതിൻ്റെ ഡീറ്റെയിൽസ് ആണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇതിലെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് കുറേ കാലമായിട്ട് ആപ്പിൾ വാച്ച് യൂസേഴ്സ് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. നമുക്ക് ആപ്പിൾ വാച്ചിൽ വാട്സാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല. കാരണം ആപ്പിൾ വാച്ചിൽ നമുക്ക് വാട്സാപ്പ് നോട്ടിഫിക്കേഷൻസ് വന്നാൽ അത് കാണിക്കും, അല്ലാതെ നമുക്ക് വാട്സാപ്പ് ഡയറക്റ്റ്ലി ആപ്പിൾ വാച്ചിന് ഇല്ല. എന്നാൽ ഈ ഒരു ആപ്ലിക്കേഷൻ, വാച്ച് ആപ്പ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വാട്സാപ്പ് ആപ്പിൾ വാച്ചിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടിയുള്ള ആപ്ലിക്കേഷനാണ് ഇത്. ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. ഈ ഒരു ആപ്ലിക്കേഷൻ ഒരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, ഇത് കംപ്ലീറ്റ്ലി അൺലോക്ക് ചെയ്യാനുള്ള 6 കോഡുകൾ
6 കോഡുകൾ ഞാൻ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. അതെങ്ങനെയാണ് നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ സകല ഇൻസ്ട്രക്ഷൻസും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയേക്കാം. അവിടെ പോയിട്ട് നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ മതി. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. സോ അങ്ങനെ ഈ ഒരു ആപ്പ് അൺലോക്ക് ചെയ്യാനുള്ള 6 കോഡുകൾ ഞാൻ ഗീവ് അവേ ചെയ്യുന്നതായിരിക്കും. ഇനി വാച്ചിലെ ആ ഒരു ആപ്ലിക്കേഷനിലേക്ക് വരുമ്പോൾ ഇതാണ് നമ്മളുടെ ആപ്ലിക്കേഷൻ വാച്ച് ആപ്പ്. ഇതിൽ നിങ്ങൾക്ക് സകല ഡീറ്റെയിൽസും കാണാൻ സാധിക്കും. ആർക്കൈവ്ഡ് ആയിട്ടുള്ള മെസ്സേജുകൾ അല്ലെങ്കിൽ ടെക്സ്റ്റുകൾ, അതോടൊപ്പം തന്നെ നമ്മളുടെ സകല ചാറ്റുകളും ഇവിടെ കൃത്യം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഈ ഒരു ആപ്ലിക്കേഷനിലൂടെ നമുക്ക് വെറുതെ മെസ്സേജ് കാണാൻ മാത്രമല്ല, നമുക്കിവിടെ T9 ഡയൽ പാഡ് ഉണ്ട്. അത് ഉപയോഗിച്ച് നമുക്ക് മെസ്സേജുകൾ ടെക്സ്റ്റ് ചെയ്ത് അയക്കാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്കിവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്കിവിടെ കംപ്ലീറ്റ് കീബോർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനും ഓപ്ഷൻ ഉണ്ട്. ക്വാട്ടിക് കീബോർഡ് കിട്ടണമെന്നുണ്ടെങ്കിൽ അതിനും നമുക്കിവിടെ കൃത്യമായിട്ടുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ ഇതിലൂടെ നമുക്ക് മെസ്സേജുകൾ എന്തെങ്കിലും സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഹായ് എന്നുള്ള മെസ്സേജ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡൺ കൊടുക്കുക, നമുക്കിവിടെ മെസ്സേജ് ഇങ്ങനെ സെൻഡ് ചെയ്യാൻ സാധിക്കും. ഇനിയിപ്പം നിങ്ങൾക്ക് വോയിസ് മെസ്സേജ് അല്ലാന്നുണ്ടെങ്കിൽ ലൊക്കേഷൻ, ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ കറണ്ട് ലൊക്കേഷൻ, സെൻഡ് കറണ്ട് ലൊക്കേഷനിലൂടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറണ്ട് ലൊക്കേഷനും സെൻഡ് ചെയ്യാൻ സാധിക്കും. ഡയറക്റ്റ്ലി ഇവിടുന്ന് തന്നെ വോയിസ് മെസ്സേജ് നമുക്ക് ഇതുപോലെ തന്നെ സെൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചാറ്റിൻ്റെ ഓപ്ഷനിലേക്ക് വന്നു നമുക്ക് ഏറ്റവും ടോപ്പിൽ ഒരു പുതിയ ചാറ്റ് അല്ലെങ്കിൽ കോൺവെർസേഷൻ ആഡ് ചെയ്യാനുള്ള ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സെറ്റിംഗ്സ് അല്ലെങ്കിൽ ഗിയർ ഐക്കൺ കൊടുത്തിട്ടുണ്ട്. അതിൽ ടാപ്പ് ചെയ്യുവാണെങ്കിൽ നമ്മുടെ കുറച്ച് സെറ്റിംഗ്സുകൾ ഇതിനകത്ത് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ആക്സസ് ചെയ്യാവുന്നതാണ്. ഇതിലെ അടുത്ത ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ഐഫോണിൻ്റെ ഏത് മോഡൽ ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ വീഡിയോസ് ഷൂട്ട് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണിത്. അങ്ങനെ പറയാനുള്ള കാര്യം, നമ്മൾ ഐഫോണിൻ്റെ ക്യാമറ ആപ്പിൽ ഇല്ലാത്ത ഒരു കിടിലൻ ഓപ്ഷൻ ഇതിനകത്തുണ്ട്. ഇത് റോഡ് എന്ന് പറയുന്ന മൈക്രോഫോൺ ബ്രാൻഡിൻ്റെ സ്വന്തം ആപ്ലിക്കേഷനാണ് റോഡ് ക്യാപ്ചർ എന്ന് പറയുന്നത്. ഇതിന് ഏറ്റവും വലിയൊരു പ്രത്യേകത, നമ്മളിപ്പം വീഡിയോ റെക്കോർഡ് ചെയ്യാൻ ഷൂട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ പോസ് ഓപ്ഷൻ ഉണ്ട്. ഇത് നമ്മളുടെ ഐഫോണിൻ്റെ ക്യാമറ ആപ്പിനകത്തില്ല. നമുക്ക് വീഡിയോ പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ, എന്നാൽ ഇതിൽ നമുക്ക് പോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ലെൻസുകൾ സ്വിച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ, അതെല്ലാം നമുക്ക് കോമൺ ആണ്. പക്ഷേ ഇതിൻ്റെ ആ ഒരു UI കുറച്ച് വലുതാണ്. നമുക്ക് പെട്ടെന്ന് ഇപ്പം കാഴ്ചയ്ക്ക് ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്ക് പോലും കൃത്യമായിട്ട് കാണാനും അനലൈസ് ചെയ്യാനും ഒക്കെ സാധിക്കും. ഇതിൻ്റെ മറ്റൊരു അഡ്വാൻറ്റേജ്, നിങ്ങൾ റീൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നവരാണ്, നിങ്ങൾ എക്സ്റ്റേണൽ മൈക്രോഫോണൊക്കെ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ റോഡിൻ്റെ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും ഒരു എക്സ്റ്റേണൽ മൈക്രോഫോണൊക്കെ നിങ്ങൾ കണക്ട് ചെയ്തിട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു മൈക്രോഫോണിൻ്റെ ലെവൽ കാര്യങ്ങളൊക്കെ നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ ആസ്പെക്ട് റേഷ്യോ, നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ആസ്പെക്ട് റേഷ്യോ നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതുപോലെ ആ ഒരു ഫോർമാറ്റ് HD വേണോ 4K വേണോ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഫ്രെയിം റേറ്റ് ഉൾപ്പെടെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ സൈഡിലായിട്ട് നോക്കിയാൽ ഒരു കാര്യം കൂടെ എക്സ്ട്രാ കാണാൻ സാധിക്കും, ഡ്യുവൽ ക്യാം. അതായത് നമുക്ക് ഫ്രണ്ട് ഫേസിങ്ങും ബാക്ക് ഫേസിങ്ങും അങ്ങനെയുള്ള ആ ഒരു ക്യാമറാസ് നമുക്ക് സൈമിൾട്ടേനിയസ്ലി അല്ലെങ്കിൽ സിംഗിൾ ടൈമിൽ തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ സാധിക്കുന്ന ഈ ഒരു ഓപ്ഷനും ഇവർ സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ആപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ്. സോ അതുകൊണ്ട് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിലെ അടുത്ത ആപ്ലിക്കേഷൻ നമ്മൾ ആൻഡ്രോയിഡിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി iOS 18 നമ്മൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമാണ്, നമുക്ക് ഒബ്ജക്ട്സ് ഇമേജിൽ നിന്ന് ഫോട്ടോസിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കുന്ന ആ ഒരു ഫംഗ്ഷനാലിറ്റി AI സഹായത്തോടെ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതൊരു പെയ്ഡ് ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇതിൻ്റെ ഫ്രീ ആയിട്ടുള്ള ട്രയൽ വെർഷനിൽ നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് ഇമേജസ് കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഈ ഒബ്ജക്റ്റുകൾ റിമൂവ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ താഴെ കുറേ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ, ഒബ്ജക്റ്റ് റിമൂവ് ചെയ്യാൻ, വീഡിയോ എൻഹാൻസ് ചെയ്യാൻ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മൾ റിമൂവ് ഒബ്ജക്റ്റിൽ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഞാൻ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഇനി ഇവിടെ നമുക്ക് ആ ഒരു ഐപാഡിൻ്റെ ആപ്പിൾ ഐക്കൺ ജസ്റ്റ് അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം നമുക്കത് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു ആപ്പിൾ ഐക്കൺ അവിടെ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇനി ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, എത്ര ഡിഫിക്കൽട്ടായിട്ടുള്ള പോർഷൻ ആണെങ്കിലും അത് കൃത്യമായിട്ട് റിമൂവ് ചെയ്യും എന്നുള്ളതാണ്. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു കയ്യിലൊരു വാച്ചോ എന്തോ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട്, അത് ഞാൻ മാർക്ക് ചെയ്യുവാണ്. ഓക്കെ, ഞാനത് മാർക്ക് ചെയ്തു. ഇനി ഇത് റിമൂവ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് ആ ഒരു വാച്ച് കാര്യങ്ങൾ കൃത്യമായിട്ട് റിമൂവ് ചെയ്യാൻ സാധിക്കും. സോ അങ്ങനെ എത്ര കട്ടിയുള്ള ഇമേജ് ആണെങ്കിലും അല്ലെങ്കിൽ എത്ര ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഇമേജസ് ആണെങ്കിൽ പോലും നിങ്ങൾക്കത് ഒബ്ജക്റ്റുകൾ അതിൽ നിന്ന് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഇപ്പം നമ്മൾ യൂസ് ചെയ്തത് ബ്രഷ് ടൂളാണ്. അതല്ലാതെ നമുക്ക് ഈ ഫോട്ടോഷോപ്പിലൊക്കെ കാണുന്ന പോലെ ലാസോ ടൂൾ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ ചെയ്തത് നമുക്ക് റീസ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഇതിൽ ചെയ്യാൻ സാധിക്കും. പിന്നെ AI സഹായത്തോടെ നമുക്ക് ഒബ്ജക്റ്റുകൾ ഫൈൻഡ് ചെയ്ത് ഓട്ടോമാറ്റിക്കലി നമുക്കത് ഇതുപോലെ റിമൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ പല ഓപ്ഷൻസും ഇതിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് ഇതിലുള്ള ഓപ്ഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാനും വീഡിയോ എൻഹാൻസ് ചെയ്യാനും അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോസ് മേക്ക് ചെയ്യാൻ അങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യുന്ന ഓപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ഇതിൽ നിന്ന് ഓട്ടോമാറ്റിക്കലി ബാക്ക്ഗ്രൗണ്ട് കട്ടാകുന്ന കണ്ടോണം കൃത്യമായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു ബ്രഷ് സൈസ് കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. എഡിറ്റ് ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് പല രീതിയിലേക്ക് അല്ലെങ്കിൽ പല ബാക്ക്ഗ്രൗണ്ട് കളേഴ്സിലേക്കൊക്കെ ചേഞ്ച് ചെയ്യാൻ ഉള്ള സൗകര്യങ്ങളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പം കളർ പിക്കർ ടൂളിൽ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് കളേഴ്സ് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഫോട്ടോയിലുള്ള ഒബ്ജക്റ്റുകൾ റിമൂവ് ചെയ്യാൻ, ബാക്ക്ഗ്രൗണ്ട് കട്ട് ചെയ്യാൻ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ ആപ്ലിക്കേഷനാണ് സ്നാപ്പ് എഡിറ്റ്. ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ് ഔട്ട്. ഇതിനെല്ലാം ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ അല്ലാന്നുണ്ടെങ്കിൽ
അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതൊക്കെയാണ് ഈ മാസത്തെ ഏതാനും ചില യൂസ്ഫുൾ ആയിട്ടുള്ള ആപ്ലിക്കേഷൻസ്. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും റെക്കമെൻഡേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ആയിട്ട് അറിയിക്കാവുന്നതാണ്. സോ അതും നമ്മൾ അടുത്ത വീഡിയോസിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും പോയി നമ്മുടെ ലൈക്ക് ബട്ടൺ സ്മാഷ് ചെയ്യുക. സോ വൺസ് അഗൈൻ ദിസ് ഇസ് മീ മിലൻ. Catch you guys next video. Till then, peace.